ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. ഇത് ഇന്നലത്തെ വീഡിയോൻ്റെ പാർട്ട് 2 ആവാം. ഞാൻ പറഞ്ഞിട്ട് കസിൻ്റെ എൻഗേജ്മെൻറ്റ് ഉണ്ടായിരുന്നല്ലോ. അങ്ങനെ കസിൻ്റെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ എല്ലാ സിബ്ലിങ്സ് എത്തിയിട്ട് ഏട്ടത്തിൻ്റെ പേർക്ക് വന്ന ജംഗ്ഷൻ്റെ അടുക്ക് ഞങ്ങൾ വന്നിട്ടാകുമ്പോൾ 2 കസിൻ വന്നിട്ടുണ്ടായി. ഞങ്ങളെല്ലാം ഉണ്ട് എന്നിട്ട് അപ്പോൾ ഞങ്ങൾ വരുന്ന എന്നിട്ട് ഓറും വന്നിട്ടുണ്ടായി. മദർസ് ലീവ് സ്കൂൾ ലീവ് എന്നിട്ടില്ല, മദർസ് ലീവ് പറയുമ്പോൾ തുടങ്ങി അടുക്ക് പോവാം മറ്റേ ടൂറ് പോവാം മറ്റേടത്തേക്ക് മറിച്ചേടത്തേക്ക് പോകാമെന്ന്. അങ്ങനെയല്ല, ഇതേക്ക് പോകുന്ന സംഗതിയല്ല. നമ്മൾ നേരെ ജംഷീൻ്റെ അടുക്ക് വിടാനിട്ട് അങ്ങനെ ജംഷീൻ്റെ അടുക്ക് വന്നതാണ്. മാഷാ അല്ലാഹ് നല്ല മത്സരമുണ്ടായി, നല്ല മത്സരം, ഭയങ്കര മത്സരമുണ്ടായി. രാത്രി ഒന്നും ഒരു ബസ് ഉറങ്ങിയിട്ടാണെന്നല്ല ചില ഇത് പോയ പിന്നെ ഞാൻ എഡിറ്റ് ആക്കിയിട്ട് ഇടുന്ന വീഡിയോസ് എല്ലാം. അങ്ങനെ ഓരെല്ലാം വന്നിട്ട് ജംഷി നല്ല ജ്യൂസെല്ലാം ആക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. ഞങ്ങളെല്ലാവരും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒത്തുകൂടുമെങ്കിലേ കസിൻസിന് ഇങ്ങനെ കിട്ടലേ ഇല്ല. മാപ്പിളുടെ അവിടെ നടന്ന് നല്ല ചോദിച്ചിട്ട് വരണ്ടേ. അങ്ങനെ വന്നിട്ടാകുമ്പോൾ എന്ത് സന്തോഷമായിരുന്ന പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമൊന്നുമില്ല. വിഷയം പറഞ്ഞെങ്കിൽ മുണ്ടിയെങ്കും കഥ പറഞ്ഞെങ്കിൽ തീർന്നേയില്ല. വന്നിട്ടാകുമ്പോൾ എല്ലാവർക്കും ട്രോളാനുള്ള തന്നെ മാത്രമേ എൻ്റെ വീഡിയോസിനെ കുറിച്ചിട്ടും എൻ്റെ വോയിസിനെ കുറിച്ചിട്ട് കുറേ എനിക്ക് നല്ല ഫാൻസ് ഉണ്ടായി. കുറേ എന്നെ കളിയാക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചില എനിക്ക് 10K ആയിട്ടാകുമ്പോൾ കളിയാക്കി ഉറക്കൊണ്ട് എന്നെ കേക്ക് മുറിപ്പിക്കുമെന്ന്. അങ്ങനെ ജ്യൂസും ഇതെല്ലാം കുടിച്ചിട്ട് നേരെ പുറത്ത് മുറ്റത്തിഞ്ചാലയിൽ ഇരിക്കാൻ പോയി. മറ്റൊരേട്ടത്തി വരുമ്പോൾ കുറേ പമ്പസിന് ഓർഡർ ആക്കി എന്നിട്ട് കുറേ പമ്പസ് കൊടുത്തിട്ടുണ്ടായി. ഓരോരാൾക്ക് സപ്ലൈ ആക്കിയാവേ. പിന്നെ ഫുള്ള് കഥ പറച്ചിലായി. ആരാൻ്റെ പ്രസാദം ഓറ മാപ്പിളുടെ അടുത്ത് വിഷയം, പുരയിലത്തെ വിഷയം, പെരുന്നാൾ ഡ്രസ്സിൻ്റെ വിഷയം, ആ വിഷയം ഈ വിഷയം എന്നിട്ട് അങ്ങനെ ചെന്ന് ഉച്ചക്ക് തന്നെ ഉച്ചക്ക് ഒരു ഫംഗ്ഷൻ ഉണ്ടായി. അതിൻ്റെ തന്നെ ഫുഡ് ഉണ്ടായി. പക്ഷെ അത് വേണ്ടേ, ഫസ്റ്റ് വന്നതല്ലേ എന്നിട്ട് ഓളെന്തെല്ലാം സ്പെഷ്യൽ വെറൈറ്റി ഐറ്റംസ് എല്ലാം ഉണ്ടാക്കുന്നത്. അതിൻ്റെ ഇടയിൽ ഒരു ഈത്തപ്പായ ഉണ്ടായിന്. എന്തെല്ലാം ഐറ്റംസ് ഈ രാത്രിൻ്റെ ഉള്ളിൽ ഞങ്ങൾ തിന്നുന്നു ഞങ്ങൾക്ക് തന്നെ കണക്കും കയ്യറിയല്ല. അത്ര ഐറ്റംസ് തിന്നേന്. എന്നിട്ട് ഓൾ ഫുഡ് ആക്കുമ്പോൾ ചെല്ലുന്നുണ്ട്, ജംഷി എന്ത് ഫുഡ് ആക്കണ്ട, ഞങ്ങൾക്ക് തിന്നാൻ കഴിയല്ല. കാരണം അത്ര ആ രാത്രിൻ്റെ ഉള്ളിൽ ഫുള്ള് വേറെ ഫുള്ളാക്കിന്. ഓരോരോ ഗ്യാങ് പോലെ കുറേ നേരം പുറത്തെ സീറ്റോട്ടിൽ നിന്ന്, കുറേ നേരം സോഫയിൽ ഇരുന്നിട്ട് മുണ്ടി, കുറേ നേരം കിച്ചണിൽ ഇരുന്നിട്ട് മുണ്ടി. അങ്ങനെ രാത്രി 12-1 മണിയാകുമ്പോൾ എല്ലാത്തിനും ബെഡ് ഇട്ടിട്ട് കൊടുക്കും. ഇത്രയെല്ലാം ആളെ ഏടെ കിടത്തുന്ന 2 ബെഡ്റൂമിൽ കിടത്തി, ഹോളിൽ കിടത്തി, കൊട്ടിൽ കിടത്തി, കിച്ചണിലെടുക്ക് ബെഡ് ഇട്ടിട്ട് കൊടുത്തു. അങ്ങനെ രാത്രി എല്ലാവരും പസാത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ രാത്രി 2:30 മണിയാകുമ്പോൾ എന്തോ അവള് ചായയും കൊണ്ട് വന്ന് നമ്മൾ ചായ കുടിച്ചിട്ട് ഇനി തുടങ്ങുക പസാത് എന്നിട്ട്. അങ്ങനെ ചിരിച്ച് എന്തെല്ലാം ഞങ്ങൾ ഈ ഐറ്റംസ് തിന്നുന്നത്. പിന്നെ ഒരു ചോക്ലേറ്റ് ഉണ്ടായി ആരോ ബാഗിൽ, അതിനെ തപ്പി പിടിച്ചിട്ട് അങ്ങനെ തിന്നു. അങ്ങനെ ബിസ്യം പറഞ്ഞ് കിടക്കുമ്പോൾ തന്നെ രാത്രി 5 മണി കിടക്കുമ്പോൾ തന്നെ ബിസ്കേറ്റിലായിരുന്നു കിടന്നത്. രാവിലെ 5:30 മണി 6 മണിയാകുമ്പോൾ അതിന് കിടക്കുമ്പോൾ. അങ്ങനെ പിന്നെ എണിക്കുമ്പോൾ ഏകദേശം 10-11 മണിയാകുമ്പോൾ അതിന്. അങ്ങനെ മാഷാ അല്ലാഹ് എണിച്ചിട്ട് വരുമ്പോൾ എന്നെ ഏട്ടത്തി ഫുഡിൻ്റെ എല്ലാ പ്രിപ്പറേഷൻ എല്ലാം ഉണ്ടായി. ഇവിടുന്ന് വീഡിയോസ് എടുക്കാൻ നല്ല പാണ്ടാവുക, നല്ല റിസോർട്ട് മൂഡ്, നല്ല പുതിയ കിച്ചണെല്ലാം കെട്ടിയിട്ടില്ലേ റിസോർട്ടിൽ നിന്ന് വീഡിയോ എടുക്കുമ്പോൾ എല്ലാം ഉണ്ടായി. അങ്ങനെ വലിയ കുക്കറിൽ തന്നെ വെള്ളപ്പത്തിനും ചിക്കൻ കറിക്കെല്ലാം വെള്ളപ്പത്തിന് രച്ചിന് ചിക്കൻ കറി റെഡി ആകുന്നുണ്ട്. വലിയ ചൂടുപാത്രം എടുത്തിട്ടുണ്ട്. ചൂടുപാത്രം ഓർഡർ കൊടുത്തിട്ട് ഞാൻ ചോദിക്കുന്നുണ്ട് ഇതൊന്നും ചൂടുപാത്രത്തിൻ്റെ കഥ കയ്യാനതിനല്ലാന്ന്. അങ്ങനെ ഒരു ചട്ടിയിലും 2 ചട്ടിയിലും ആയിട്ട് വെള്ളപ്പെല്ലാം ചുട്ടിട്ടെടുക്കുന്നുണ്ട്. വെള്ളപ്പത്തിൻ്റെ സ്റ്റാറ്റസ് ഉണ്ട്. നമുക്ക് ആദ്യം എന്നോട് എല്ലാവരും ചോദിക്കുന്നത് നീ എന്താ വെള്ളപ്പത്തിൻ്റെ റെസിപ്പി ഇട്ടിട്ടേ ഇല്ലാലോ. ഇൻഷാ അല്ലാഹ് ഞാൻ പെരുക്കെത്തിയിട്ട് നല്ല സമാധാനത്തിലായിട്ട് ഇട്ടാവാം. അങ്ങനെ ഞാൻ എണിച്ചിട്ട് വന്നിട്ട് ഞങ്ങൾക്ക് നല്ലൊരു കട്ടൻ ചായ കുടിക്കുന്നുണ്ട്. നല്ല റസ്കും കട്ടൻ ചായ എല്ലാം മുക്കിയിട്ട് മയക്കില്ലേ ചായ കുടിച്ചില്ലെങ്കിൽ ഒരു സമാധാനമില്ലേ. നല്ല അടിപൊളി മയവും നല്ല വ്യൂസ് എല്ലാം നോക്കിയിട്ട് കുടിക്കാനില്ല നല്ല ഉത്സാഹം. അങ്ങനെ ഓൾക്ക് പുതിയ സ്റ്റിക്കർ ആക്കി എന്നിട്ട് ഓളെ മോളെ കാണിക്കുന്നുണ്ട്. ചെരുപ്പണ്ടി എൻ്റെ ഉമ്മാൻ്റെ സ്റ്റിക്കർ ചേഞ്ച് ആക്കി പുതിയ സ്റ്റിക്കർ ആക്കി നല്ലതായിട്ട് മാഷാ അല്ലാഹ് കാണാൻ നല്ല അടിപൊളി ഉണ്ടായി. അങ്ങനെ പിന്നെ ഓരോരുത്തർ എണിച്ചിട്ട് വന്നിട്ടാകുമ്പോൾ ഓൾക്ക് ഫുഡെല്ലാം റെഡി ആയിട്ടുണ്ടായി. ഇവിടെ വന്ന് അങ്ങനത്തെ ഒരു ഇതുണ്ട് മാഷാ അല്ലാഹ്. ഫുഡിന് എന്ത് ടെൻഷൻ ആക്കാനില്ല, ഇങ്ങനെ ക്ലീനിങ്ങിൻ്റെ പണി മാത്രം എടുത്താൽ മതി. ഫുഡിൻ്റെ എല്ലാം എക്സ്പേർട്ട് ആയതുകൊണ്ടില്ലേ ഫുഡിന് എന്ത് ടെൻഷനില്ല. അങ്ങനെ എല്ലാവരും ചുറ്റും വട്ടം കൂടി മറ്റേ സ്കൂളൊക്കെ വട്ടം കൂടിയിട്ട് ഇരുന്നിട്ട് വെള്ളപ്പവും ചിക്കൻ കറി എല്ലാം കഴിക്കുന്നുണ്ട്. രാത്രി കഥ പറയുമ്പോൾ തന്നെ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. 2 മണിയാകുമ്പോൾ എടുക്കാൻ പോവാം, 3 മണിയാകുമ്പോൾ നൈറ്റ് ഡ്രൈവ് പോവാം, ആ ഡ്രൈവ് പോവാം, ഈ എടുക്ക് പോവാന്നല്ലോ. പക്ഷെ ബിസ്യം പറഞ്ഞിട്ടും വല്ല കഥ പറഞ്ഞിട്ടാകുമ്പോഴേക്കില്ലേ സമയം പോയത് അറിഞ്ഞിട്ടേ ഇല്ല. മുണ്ടിട്ട് നമുക്ക് 2 ബാങ്ക് കൊടുക്കുന്നത്. അപ്പോൾ പിന്നെ എല്ലാവരും നിസ്കരിച്ചിട്ട് വീയെ കിടന്നിട്ട് ഉറങ്ങി കാലത്ത് എണിക്കാൻ വേണ്ടിയിട്ട്. ചായയെല്ലാം കുടിച്ചിട്ട് പിന്നെ പണിയെടുക്കാൻ ഒരു എനർജിയെ കിട്ടത്തില്ല. മസ്തായിട്ടില്ലേ ഓരോരാൾ ആടാടെ ഇരുന്നിട്ടുണ്ടായി. പിന്നെ ഒരാളപ്പം നമ്മൾ ബീയെ മാച്ചിലെടുത്തോണ്ട് പോയി പണിയെടുത്തില്ല അങ്ങ് ശരിയാവില്ല എന്നിട്ട്. പിന്നെ അപ്പോൾ എല്ലാവർക്കും എനർജി വന്നിട്ട് എല്ലാവരും ഓരോരോ പണിക്ക് പോയി. ഉള്ളിൽ ബീയെ പണി റെഡിയാക്കി ഞാൻ ബീയെ ഫുഡാക്കി തരും, ഇല്ലെങ്കിൽ ഫുഡിൻ്റെ പണി അവിടെ തന്നെ ബാക്കിയുണ്ട്. അങ്ങനെ ബീ എല്ലാവരും പഠിച്ചിട്ട് ഓരോരോ പണിയെടുക്കാൻ പോയി. അങ്ങനെ ഞങ്ങളെ പണിയെല്ലാം കഴിഞ്ഞിട്ടാകുമ്പോൾ മാഷാ അല്ലാഹ് വലിയ ചട്ടിയിൽ ചോറും സാമ്പാറും പായസവും ഉണക്ക് കാച്ചിനും ശരിയന്നെ ബിരിയാണി എന്തോ ആക്കണ്ട നാടൻ ഫുഡ്. അപ്പോൾ അധികം ഫംഗ്ഷൻ തന്നെയല്ലേ ഉണ്ടാകുന്നത്.
അതെല്ലാം കഴിച്ചിട്ട് മടുത്ത് ഞങ്ങൾക്ക് സാധാ ഫുഡ് മതിയെന്ന്. അങ്ങനെ മസാല നല്ല തരണ്ടി മുളകിലിട്ടതും കായും നല്ല സദ്യ പോലെ ഉണ്ടായി. എല്ലാവർക്കും നല്ല പിള്ളേർക്കെല്ലാം ഭയങ്കര ഇഷ്ടപ്പെട്ടു. ചൂടായോണ്ടില്ലേ എല്ലാവർക്കും അങ്ങനെ കഴിച്ചു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ നല്ല പൗത്ത മാങ്ങ ഉണ്ടായി. മാങ്ങ പിള്ളേരെല്ലാം അപ്പുറാക്കിയിട്ട് മാങ്ങ മുറിക്കാൻ നിന്നത്. ഇല്ലെങ്കിൽ ഒരു ദിവസം കിട്ടില്ല. എന്നിട്ട് ഇതാ മുറിക്കാൻ പുറത്തുണ്ടായിട്ട് ഓരോ നാളെ ഒരാൾ എടുത്തോണ്ട് പോകുന്നു. അങ്ങനെ ഒരു കണ്ടോള് ബിയ ബായിൽ വെച്ച് ഇനി നിങ്ങളെ കാത്തങ്ങ് ശരിയാവലായിരിക്കും. അങ്ങനെ പുറത്ത് നല്ല അടമഴ പെയ്യുന്നുണ്ട്. ഞാൻ മഴ നോക്കിയിട്ട് നല്ല പൊത്ത മാങ്ങ കഴിക്കുന്നുണ്ട്. അടമഴയല്ല ചെറിയ മഴ ചിലപ്പോൾ തെറ്റിപ്പോയത്. അതെല്ലാം കഴിഞ്ഞിട്ട് ബേച്ചിട്ട് മസ്തായിട്ടാകുമ്പോൾ പറയല്ലേ ഞങ്ങൾ പോകുന്നു, ഞങ്ങൾക്ക് വേറെ പോകാനുണ്ട്. എന്നിട്ട് ജംഷി തമ്പിച്ചിട്ടേ ഇല്ല പോകണ്ട, രാത്രി പോകുന്നു. പിന്നെ പോകുന്നല്ലേ എന്നിട്ട് കിടന്നെടുത്ത് നനച്ചിട്ട് വന്നിട്ട് അവൾ കായ് കാച്ചും ചായ എല്ലാം വെക്കുന്നുണ്ട്. ഇപ്പം മഴ പിടിച്ചോണ്ടില്ല, ചൂടെടുക്കാതുകൊണ്ട് അതൊരു നല്ല പാങ്ങാന്ന്. കിച്ചണിൽ നിൽക്കുമ്പോൾ എല്ലാം ചൂടെടുത്തിട്ട് കിച്ചണിലേക്ക് വരാൻ തന്നെ ചൊടി വരുന്നുണ്ടായിട്ട്. അങ്ങനെ ഒരാൾ കായ് മുറിച്ച്, ഒരാൾ ഇത് കുഴച്ച് കായ്ക്ക് കുഴച്ച്, ഒരാൾ എണ്ണ വെച്ച്, ഇതെല്ലാം പെട്ടെന്ന് പണി തീർന്നിന് കായ് കാച്ചിൻ്റെ. കുറേ പറഞ്ഞവരോട് നാളെ തന്നെ പോവാ, വന്നതല്ലേ ഇനി 2 ദിവസം കഴിഞ്ഞിട്ട് തന്നെ പോവാ, ഇനി ഇങ്ങനത്തെ ചാൻസ് ഒന്നും കിട്ടുകയല്ല നിൽക്കുന്നത്. പക്ഷെ ഓർക്ക് എടുക്കുക പോകാനുണ്ട്, ആളപ്പം വിളിക്കുന്നത് അങ്ങനെ ഇങ്ങനെ എന്നിട്ട് കെട്ടുമുട്ടെല്ലാം കെട്ടിയിട്ട് പോയി. കെട്ടുകൊടുമ്പോൾ ഒരു മാസം നിൽക്കുന്ന പോലത്തെ അങ്ങനത്തെ ബാഗും ബുർക്കയെന്നെല്ലാം എനിക്ക് എല്ലാം വിളിച്ചുകൊണ്ട് വന്നിന്. പക്ഷേ ഈ ഒരു നൈറ്റിൽ തന്നെ എല്ലാവരും സമാക്കിയിട്ട് ഒരു രാത്രി നിന്നിട്ട് പോയി. പക്ഷെ അത് നല്ല പിടിച്ചുണ്ടായി. ഞങ്ങൾ ചോദിക്കുന്നുണ്ട് ഇനിയെപ്പോൾ ഇങ്ങനെ നിൽക്കുന്നത്, ഇനിയെപ്പോൾ ഇങ്ങനെ കൂടുന്നതെന്നല്ലോ. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കസിൻസ് എല്ലാവരും കൂടുന്നെങ്കിലേ നിൽക്കാൻ പറ്റുന്നതായത് ഇങ്ങനെ ഫസ്റ്റ് ആയിട്ടാണ്. അപ്പോൾ നല്ല പൈസയുണ്ട്. അപ്പോൾ ഇനി നിൽക്കാൻ തന്നെ പോകണം, ഒരു ദിവസത്തേക്ക് ഡിയൊക്കെ ട്രിപ്പ് പോകണം, ആടക്ക് പോകാം എന്നെല്ലാം പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാം എടുക്കട്ടല്ലേ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇന്നലെ രാത്രി ഞങ്ങളെ പോയിട്ടുണ്ടായി. എനിക്ക് ട്യൂഷനുണ്ട്, അഡ്മിഷൻ ഉണ്ട് എന്നെല്ലാം പറഞ്ഞിട്ട്. അങ്ങനെ ഓൻ എല്ലാവരും ഉണ്ട് എന്നിട്ട് ഇത് പണ്ടത്തെ ഓർമ്മക്കായിട്ട് മറ്റേ ഫിഫാവും പാൽഗ്രാമും അത് ഇതെല്ലാം കൊടുത്തിട്ടുണ്ടായി. നോക്കുമ്പോൾ ഓറയിൽ പോകുമ്പോൾ കോറയിൽ കയറിയതാണ്. അങ്ങനെ ഞങ്ങളുടെ ഓൾ വരുമ്പോൾ നല്ല കുറച്ച് ചോക്ലേറ്റെല്ലാം കൊടുത്തിട്ടുണ്ടായി. അങ്ങനെ അതെല്ലാം ഏട്ടത്തി ഓതിയേക്കുന്നുണ്ട് ഒരാൾക്ക് എന്നിട്ട് മനസ്സിലുന്നുണ്ട്. പുരയിലാകുമ്പോൾ സമയമേ പോകുന്നില്ല, ഇങ്ങനെ ഒക്കെ കൂടിയിട്ടാകുമ്പോൾ എത്ര സമയം പോകുന്നത്. മണി ഇപ്പൊക്കെ നമുക്ക് തന്നെ 10-11 മണി ആയിട്ടുണ്ടാവാം. അങ്ങനെ രാത്രിത്തെ ഫുഡെല്ലാം കഴിച്ചിട്ട് രാത്രിക്ക് എന്തുണ്ടാക്കാന്ന് വെച്ചാൽ മുട്ടക്കറി മാത്രമൊക്കെയാണ്. പൊറോട്ട പുറത്തുനിന്ന് കൊടുത്തിട്ട് മുട്ടക്കറിയും പൊറോട്ടയും കഴിച്ചിട്ട് ഇങ്ങനെ കഥ പറയായിരുന്നു. പിന്നെ ഐസ്ക്രീം ഉണ്ടായി, അതെല്ലാം പിള്ളേർക്കെല്ലാം സപ്ലൈ ആക്കിയിട്ട് ബാക്കി വീഡിയോ നെക്സ്റ്റ് വീഡിയോയിലിടാം. താങ്ക്സ് ഫോർ വാച്ചിങ്, ബൈ.